निम्नलिखित कथनों में से कौन सा सही है? का खड़ी बोली हिंदी का उद्भव शौरसेनी अपभ्रंश से हुआ है। ख हिंदी भाषा का वास्तविक आरंभ 1500 ईस्वी में से माना जाता है. തന്നിരിക്കുന്നതിൽ ശരി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കേവൽ ക, ബി കേവൽ ഘ, സി ദോനോ, ഡി कोई नहीं. आंसर ऑप्शन ए केवल का. ഖടി ബോലി ഹിന്ദി का उद्भव शौरसेनी अपभ्रंश से हुआ है. ഖടി ബോലി ഹിന്ദി ഏതിൽ നിന്നാണ് വികസിച്ചിട്ടുള്ളത്? ശൗരസേനി അപഭ്രംശിൽ നിന്നാണ് വികസിച്ചിട്ടുള്ളത്. അതാണ് ശരി ഉത്തരം. ഹിന്ദി ഭാഷ का वास्तविक आरंभ 1500 अല്ല 1000 ईस्वी से माना जाता है. അടുത്ത ചോദ്യം ദേവനാഗരി ലിപി को राष्ट्रलिपि के रूप में कब स्वीकार किया गया? എപ്പോഴാണ് ദേവനാഗരി ലിപിയെ രാഷ്ട്രലിപിയായി സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി 1949 സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 10 വിശ്വ ഹിന്ദി ദിവസ്. അപ്പോൾ ദേവനാഗരി ലിപിയെ രാഷ്ട്രലിപിയായി അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14. അടുത്ത ചോദ്യം ഫോർട്ട് വില്യം കോളേജ് ജിസ്കി സ്ഥാപന സൻ 1800 ईस्वी में हुई कहाँ स्थित था? 1800 സ്ഥാപിച്ച ഫോർട്ട് വില്യം കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മദ്രാസ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, സി മഹാരാഷ്ട്ര, ഡി കൽക്കത്ത. ആൻസർ ഓപ്ഷൻ ഡി കൽക്കത്ത. ഖടി ബോലി ഗദ്യത്തിൻ്റെ വികാസത്തിൽ ഫോർട്ട് വില്യം കോളേജിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. അവിടുത്തെ ഹിന്ദി ഉറുദു അധ്യാപകനായിരുന്നു ജോൺ ഗിൽക്രൈസ്റ്റ്. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റ് രണ്ട് പേരുകളാണ് ലല്ലു ലാൽജി ഏവം സദൽ മിശ്ര. അടുത്ത ചോദ്യം നാഗരി പ്രചാരണി സഭയ്ക്ക് പ്രഥം സഭാപതി കോൻ ഥേ? നാഗരി പ്രചാരണി സഭയുടെ പ്രഥം സഭാപതി ആരായിരുന്നു? ഓപ്ഷൻ എ ഠാക്കൂർ ശിവകുമാർ സിംഗ്, ബി ആചാര്യ രാമചന്ദ്ര ശുക്ല, സി ശ്രദ്ധാറാം ഫുലൗരി, ഡി ബാബു രാധാകൃഷ്ണദാസ്. ആൻസർ ഓപ്ഷൻ ഡി ബാബു രാധാകൃഷ്ണദാസ്. കാശി നാഗരണി സഭ സ്ഥാപിക്കുന്നത് 1893 ഇസ്വീമിലാണ്. ഹിന്ദിയുടെ പ്രചാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സംസ്ഥയാണ് കാശി നാഗരണി സഭ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രഥം സഭാപതി ബാബു രാധാകൃഷ്ണദാസ്. 2 ഉദ്ദേശ്യമാണുള്ളത്. നാഗരി അക്ഷരോം കാ പ്രചാർ और ഹിന്ദി സാഹിത്യ की സമൃദ്ധീകരണ. അടുത്ത ചോദ്യം രാജാ ഭോജ് കാ സപ്ന കിസ് ഭാഷാ में लिखा गया? ഓപ്ഷൻ എ ബ്രജ് ഭാഷ, ബി അവധി ഭാഷ, സി ഹിന്ദുസ്ഥാനി, ഡി ഗഡി ബോലി. ആൻസർ ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി. രാജാ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ് ഹിന്ദുസ്ഥാനിയിൽ എഴുതിയിട്ടുള്ള കൃതിയാണ് രാജാ ഭോജ് കാ സപ്ന. അടുത്ത ചോദ്യം ഹിന്ദി में अनेक शब्द जो सीधे संस्कृत से आए हैं उन्हें कहते हैं? ഓപ്ഷൻ എ തത്സം, ബി തദ്ഭവ്, സി ദേശജ്, ഡി അർത്ഥ തദ്ഭവ്. ആൻസർ ഓപ്ഷൻ എ തത്സം. സംസ്കൃതത്തിൽ നിന്ന് അതേപോലെ വന്നിട്ടുള്ള വാക്കുകളാണ് തത്സം ശബ്ദം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ എങ്ങനെയാണോ പ്രയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് അത് ഹിന്ദിയിലും പ്രയോഗിക്കുന്നത്. സംസ്കൃതത്തിൽ നിന്ന് ഉദ്ഭവിച്ച് ചെറിയ വ്യത്യാസങ്ങളോടെ ഹിന്ദിയിൽ പ്രയോഗിക്കുന്നതിനെയാണ് തദ്ഭവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം अपनी मातृभाषा के प्रति असीम प्रेम की प्रतीक पंक्ति निज भाषा उन्नति है सब उन्नति को मूल किस साहित्यकार की है? ऑप्शन ए जयशंकर प्रसाद, बी मैथिली शरण गुप्त, सी रामचंद्र शुक्ल, डी भारतेंदु हरिश्चंद्र. आंसर ऑप्शन डी भारतेंदु हरिश्चंद्र. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര മാതൃഭാഷയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വരികളാണ് നിജ് ഭാഷ ഉന്നതി അഹൈ സബ് ഉന്നതി കോ മൂൽ. അടുത്ത ചോദ്യം ഹിന്ദി സാഹിത്യ കാ പഹല ഇതിഹാസ് കിസ് ഭാഷ में लिखा गया? ഓപ്ഷൻ എ ഉറുദു, ബി അംഗ്രേസി, സി ഫ്രഞ്ച്, ഡി ഹിന്ദി. ആൻസർ ഓപ്ഷൻ സി ഫ്രഞ്ച്. ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയിലാണ്. ഇസ്തവാർ ദ ല ലിറ്ററേറ്റ്യൂർ ഐന്ദുയി ഐന്ദുസ്ഥാനി എന്ന കൃതി എഴുതിയിരിക്കുന്നത് ഗാസാദ താസി. 1839 ഇത് പ്രകാശനം ചെയ്യുന്നത്. രണ്ടാം ഭാഗം 1847 രണ്ടാമത്തെ സംസ്കരൺ പ്രകാശനം ചെയ്യുന്നത് 1871 ഇതിൽ 738 കവികളെക്കുറിച്ചാണ് പറയുന്നത്.
ഹിന്ദി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഹിന്ദിയിലെ ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥം എന്ന് പറയുന്നത് ശിവസിംഗ് സേങ്ങർ എഴുതിയിട്ടുള്ള ശിവസിംഗ് സരോജ് 1883 എഴുതിയ കൃതിയാണ്. പിന്നീട് ഹിന്ദി സാഹിത്യത്തിൻ്റെ കാൽ വിഭാജനം ആദ്യമായി ചെയ്ത ഗ്രന്ഥമാണ് ജോർജ് ഗ്രിയേഴ്സൺ എഴുതിയ ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്നുള്ളത്. ഇത് 1888 പ്രകാശനം ചെയ്യുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ പത്രികയിലാണ് ഇത് ആദ്യമായി പ്രകാശനം ചെയ്യുന്നത്. 11 അധ്യായമാണ് അതിനുള്ളത്. ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥം എന്ന് പറയുന്നത് ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിട്ടുള്ള ഇസ്തവാർ ദാല രിദ്രേത്യു റൈന്ദുയി ഹിന്ദുസ്ഥാനി എഴുതിയത് ഗാസാദ താസി. അടുത്ത ചോദ്യം, 10वीं വിശ്വ ഹിന്ദി സമ്മേളൻ കാ സ്ഥാൻ. ഓപ്ഷൻ എ അമേരിക്ക, ബി നാഗ്പൂർ, സി ദക്ഷിണാഫ്രിക്ക, ഡി ഭോപ്പാൽ. ആൻസർ ഓപ്ഷൻ ഡി ഭോപ്പാൽ. ഇതുവരെയായി 12 വിശ്വ ഹിന്ദി സമ്മേളനങ്ങളാണ് നടന്നത്. ആദ്യത്തെ വിശ്വ ഹിന്ദി സമ്മേളനം എന്ന് പറയുന്നത് 1975 നാഗ്പൂരിൽ വെച്ചായിരുന്നു. 12ാമത് സമ്മേളനം നടന്നത് ഫിസി ഫിസിയിലെ നാഡിയിൽ വെച്ചാണ് 12ാമത് വിശ്വ ഹിന്ദി സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം, കിസ്നെ അപഭ്രംശ് കെ योग से शुद्ध राजस्थानी भाषा के साहित्य रूप को डिंगल कहा है. ऑप्शन ए भारतेंदु हरिश्चंद्र, बी रामचंद्र शुक्ल, सी गिलक्राइस्ट, डी इൻഷാ അള്ളാ ഖാൻ. ആൻസർ ഓപ്ഷൻ ബി രാംചന്ദ്ര ശുക്ല. അപഭ്രംശിൻ്റെയും രാജസ്ഥാനിയുടെയും മിശ്രിത രൂപമാണ് ഡിങ്കൽ എന്ന് പറയുന്നത്. അതേപോലെ പിങ്കൽ എന്ന് പറയുന്നത് ബ്രജിൻ്റെയും രാജസ്ഥാനി ബോലിയുടെയും മിശ്രണമാണ് പിങ്കൽ ഭാഷ എന്ന് പറയുന്നത്. ബ്രജ് രാജസ്ഥാനി കൂടിച്ചേരുന്നത് പിങ്കൽ, അപഭ്രംശ് രാജസ്ഥാനി കൂടിച്ചേരുന്നത് ഡിങ്കൽ ഭാഷ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 40 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഹിന്ദീൻ്റെത് പഠിച്ചത്. 60 വരെയുള്ള ചോദ്യങ്ങൾ. ഇത് ആദ്യത്തെ 20 എണ്ണം ജനറൽ വിഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി 40 എണ്ണം ബാക്കിയുണ്ട്. നമ്മൾ 21 തുടങ്ങിയത് 60 വരെ എത്തി. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കാം.